ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലമായി ഞാനൊരു ലോങ് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നത്. സത്യം പറയാലോ മടിയായിട്ടാണ് എടുക്കാണ്ടിരുന്നത്. അതായത് വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴും ഒക്കെ എഡിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ ഭയങ്കര മടിയായിരിക്കും. ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു ഹെയർ കെയർ റൂട്ടീനാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കമൻ്റ് ഇട്ട് കണ്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഏത് ഓയിലാണ് ഏത് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, എനിക്കൊരു ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. അതായത് എൻ്റെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ അവരുടെ ഒരു പ്രൈം ടൈമിൽ നല്ല മുടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഒബ്വിയസ്ലി എൻ്റെതും ഒരു ജനറ്റിക് ആയിട്ടുള്ളൊരു ഹെയർ ആയിരിക്കണം ഇത്രയും തിക്കിലൊക്കെ വരുന്നതൊക്കെ. പക്ഷെ ഞാൻ ഈ ഒരു മുടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ് എന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാം. അപ്പം അതിൽ ബേസിക്കലി 2 കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു മുടിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും ചെമ്പരത്തി ബേസ്ഡ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പം അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ. അപ്പം അതാണ് ഞാനൊരു ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണ് ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ അമ്മ ഇതാണ് എന്നെ തേപ്പിച്ചതും ഒക്കെ. ഇപ്പോഴും ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് കോട്ടക്കലിൻ്റെ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണയാണ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ആയുർവേദിക് ഷോപ്പിലും ഇത് കിട്ടും. ഓൺലൈനിലും അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ ഓൺലൈനിൽ വാങ്ങി നോക്കിയിട്ടില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ഇൻ കേസ് ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇൻ കേസ് ഇതിൻ്റെ ഡ്യൂപ്ലി എന്തെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഈ ഹെയർ കെയർ റൂട്ടീൻ ചോദിക്കുന്ന എല്ലായിടത്തും ഞാൻ ഈ ഒരു ഓയിൽ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് ഹെയർ കെയറിന് വേണ്ടി മാത്രമല്ല, പക്ഷേ നമ്മുടെ സ്കിന്നിനും ഇതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ബോഡിയിൽ തേക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ സ്കിൻ. ഈ ഓയിൽ മുടി കൊഴിച്ചിൽ കുറയാനും ഡാൻഡ്രഫ് ഒക്കെ കുറയാനൊക്കെ സഹായിക്കലുണ്ട്. ഡാൻഡ്രഫിന് വേറൊരു വഴിയും കൂടി ഉണ്ട്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ചൂടാക്കുക, ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, അതായത് ഇളം ചൂടാക്കുക. എന്നിട്ട് എവിടെയാണോ ഡാൻഡ്രഫ് ഉള്ളത് അവിടെ വെച്ചൊന്ന് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നോർമലായിട്ട് കഴിക്കാനും കുഴപ്പമില്ല. ഞാനിത് ചെമ്പരത്തിയാതി വെളിച്ചെണ്ണയിൽ മാത്രമേ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ തന്നെ റിസ്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിത് യൂസ് ചെയ്യുന്നത് കൊണ്ടും എനിക്കിത് വർക്കൗട്ട് ആയതുകൊണ്ടും മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. ഞാനിതിൽ റിസ്ക് എടുത്ത് ചെയ്യരുത് എന്നൊക്കെ ഉദ്ദേശിച്ച ഒരു ബാഡ് മീനിങ്ങിലല്ല. പക്ഷെ അതായത് ഓരോരുത്തർക്കും ഓരോ സ്കിൻ അല്ലേ, അപ്പം നമുക്ക് എങ്ങനെയാണ് അത് എഫക്റ്റ് ആവുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഒരുപാട് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെല്ലാം ഒരു പോസിറ്റീവ് റിപ്ലൈ ആണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പക്ഷേ എനിക്കറിയില്ലല്ലോ അത് എങ്ങനെയെങ്കിലും വേറെ രീതിയിൽ അഫക്റ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അല്ലാണ്ട് ഇതൊരു ബാഡ് പ്രൊഡക്റ്റ് ഒന്നുമല്ല. ഞാൻ ഇത്രയും കാലമായിട്ടും ഞാൻ ഇതിനാണല്ലോ യൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ആ ഒരു ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാം വാട്ടർ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡിലെ ഡാൻഡ്രഫിന് അതെന്ന് പറയുന്നത് ചെറിയ ഡാൻഡ്രഫിന് മാത്രമേ അത് എന്താ പറയുക അത് എഫക്റ്റ് ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് സിവിയർ ഡാൻഡ്രഫിന് ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കൊക്കെ ചെറിയ രീതിയിലെ ഡാൻഡ്രഫ് വരുള്ളൂ. ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഡാൻഡ്രഫ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. രണ്ടാമത്തതാണ് ചെമ്പരത്തി താളി. ഞാൻ ഷാമ്പൂവിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ചെമ്പരത്തി താളി. അതായത് ഞാൻ തന്നെ അരച്ച് ഒരു ഷാമ്പൂ പോലെ ആക്കുന്നതാണ്. അതിന് വേറെ ഒന്നുമില്ല, കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയും ചെമ്പരത്തി പൂവും കൂടെ എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കുക. അത് മിക്സിയിലോ അമ്മിക്കല്ലിലോ എങ്ങനെയാണെങ്കിലും അരയ്ക്കുക. ഞാൻ അതിൽ വേറെ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ അത് അരച്ചിട്ട് ആ ഒരു വേറെ ഒരു തുണിയിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് പിഴിഞ്ഞെടുക്കുക. ഒന്നുകിൽ തുണിയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അരപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിത് ഈസി ആയതുകൊണ്ട് ഞാൻ തുണിയിൽ വെച്ച് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ സൂക്ഷിച്ച് ചെയ്യണം. ബിക്കോസ് ഇൻ കേസ് ഈ ഒരു ആ താളി എങ്ങാൻ നിലത്തായിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ലിപ്പായി പോകും. അത്രയും കൊഴുപ്പുള്ള സാധനമാണല്ലോ. അപ്പോൾ അത് നല്ലപോലെ സൂക്ഷിച്ച് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ചെമ്പരത്തി താളി. ഇത് നിങ്ങൾക്ക് ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മുടെ മുടിനെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആകാൻ സഹായിക്കും. അതേപോലെ തലയിൽ ഡേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഈ ചെമ്പരത്തി താളി എന്നൊക്കെ അതൊക്കെ നോർമലി മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനത് ജസ്റ്റ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു ഹെയർ കെയറിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് ആ ഒരു ചെമ്പരത്തി താളി. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഷാംപൂസൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബിക്കോസ് എൻ്റെ സ്കിന്നിനും അങ്ങനത്തെ പറ്റില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റെതും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഷാംപൂസൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അധികവും യൂസ് ചെയ്യുന്നത് ഷാമ്പൂവിന് പകരമായിട്ട് ഞാൻ ഈ ഒരു ചെമ്പരത്തി താളിയാണ് യൂസ് ചെയ്യുന്നത്. ഓയിലിന് പകരം ചെമ്പരത്തി ആദ്യം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റിവ്യൂസ്, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും റിവ്യൂ പറയുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു
hair care routine. Thank you so much for watching. Thank you. Bye bye.